ഏരിയ. ദിസ് ഈസ് അവർ ചാപ്റ്റർ. ഈ ചിത്രം നോക്കുക. 3 ട്രയാങ്കിൾ, 3ന്റെയും ഏരിയ ഈക്വൽ. അതായത് ഏരിയ ഈക്വലായ 3 ട്രയാങ്കിൾ വരയ്ക്കാനും നമുക്കറിയാം. ഇനി അത് ശ്രദ്ധിക്കുക. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ബി എച്ച്. ബി എന്നാൽ ബേസ്, എച്ച് എന്നാൽ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോ ബി ഇൻറ്റു എച്ച്, അതിന്റെ ഹാഫ് ആണ് ഏരിയ. ഇവിടെ ഒരേ ബേസ്. 3 ട്രയാങ്കിളിന്റെയും ബേസ് ഒന്ന് തന്നെ. അതിന്റെയൊക്കെ വെർട്ടെക്സ് ഒരൊറ്റ ലൈനിൽ തന്നെ ടച്ച് ചെയ്തു. അതിന്റെ അർത്ഥം എച്ചുകളൊക്കെ ഒരേ ഡിസ്റ്റൻസ്. ഇതെങ്ങനെ സാധിക്കും? ഒരു ബേസിന് പാരലലായി ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിലേക്ക് തേർഡ് വെർട്ടെക്സ് ടച്ച് ചെയ്യണ മാതിരി ട്രയാങ്കിൾ വരച്ചാൽ ഈക്വൽ ഏരിയയുള്ള ഇഷ്ടം പോലെ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഇതൊരു തിയറി. ഈ ചാപ്റ്ററിൽ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു തിയറി. ഇത് വെച്ച് വേണം നമ്മൾ ഓരോരോ കണക്കുകളെയും സമീപിക്കാൻ, ഓരോ ടോപ്പിക്കിനെയും സമീപിക്കാൻ. ഇത് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ ചാപ്റ്റർ. അപ്പൊ എന്ത് തിയറിയാണത്? ഒന്ന്, ഒരേ ബേസും ഒരേ ഏരിയയും ഉള്ള ട്രയാങ്കിളൊക്കെ ബേസിന് പാരലലായ ഒരു ലൈനിൽ ആയിരിക്കും അതിന്റെയൊക്കെ തേർഡ് വെർട്ടെക്സ്. All triangles with the same base and area have their third vertices on a line parallel to the base. അതൊന്ന് മറിച്ച് പറയുകയാണെങ്കിൽ, all triangles with the same base and the third vertex on a line parallel to the base have the same area. ഓക്കെ, ചിത്രം നല്ലതുപോലെ സൂക്ഷിച്ചു നോക്കുക, മനസ്സിലാക്കുക. അപ്പൊ ചുരുക്കത്തിൽ ഒരേ ഏരിയയുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ ബേസിന് പാരലലായ ഒരു ലൈൻ വരയ്ക്കുക, അതിലേക്ക് വെർട്ടെക്സ് മുട്ടിക്കുക. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു ട്രയാങ്കിൾ അതിൻ്റെ അത്ര തന്നെ ഏരിയ ഉള്ള വേറൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയുക. ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ചത് ഐസോസ്ലെസ് അല്ല, ഒരു ട്രയാങ്കിൾ. അതുപോലെ ഐസോസ്ലെസ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രം നല്ലതുപോലെ നോക്കുക. 2 സൈഡ് ഈക്വൽ, അതിന്റെ ബേസ് ആംഗിൾ ഈക്വൽ, അതിന്റെ വെർട്ടെക്സ് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അതിന്റെ ബേസിനെ 2ആക്കി മുറിക്കും, കൃത്യമായിട്ട് ബൈസെക്ട് ചെയ്യും. ചുരുക്കത്തിൽ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ട്, അതായത് ബേസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ടച്ച് ചെയ്യും. ഇത്രയും ആണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇങ്ങനെ ഒരു സാധാ ട്രയാങ്കിളിന്റെ അത്ര തന്നെ ഏരിയയുള്ള ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയണം. ആദ്യം ഐസോസ്ലെസ് ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം എന്ന് ചിന്തിക്കുക. അതാദ്യം അറിയാം. ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 8 സെന്റിമീറ്റർ ബേസ് ഉള്ള ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ, അതിന്റെ ബാക്കി 2 സൈഡും ഈക്വൽ ലെങ്ത് ആയിരിക്കും. അപ്പൊ ഒരു കോമ്പസ് എടുത്ത് അതിന്റെ ഡിസ്റ്റൻസ്, പെൻസിലും സൂചിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ 8 സെന്റിമീറ്ററിലെ പാതി 4, അതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കുക. ഓപ്പൺ ദി കോമ്പസ് മോർ ദാൻ ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എന്നിട്ട് ഒരു ആർക്ക് സ്ക്രൈബ് ചെയ്യുക, വരയ്ക്കുക, മുകളിലും താഴെയും. ഇത് ഈ മെഷർമെന്റ്, ഈ അകലം മാറ്റാണ്ട് സൂചി ബിയിൽ വെക്കുക. വീണ്ടും 2 ആർക്ക് വരയ്ക്കുക, റൈറ്റ് സൈഡിലെ ചിത്രം പോലെ. ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്, ഇത് പോയിന്റുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഏബിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഏത് ലൈനിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.
അപ്പൊ ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച ചോപ്പ് ലൈൻ ഐസോസെൽസ് ട്രയാങ്കിൾ ആയി. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റ്, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബേസിനെ ഈക്വലായി ബൈസെക്ട് ചെയ്യുന്നുള്ളതാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യുന്നതാണ്. താഴത്തെ വേറൊരു ട്രയാങ്കിൾ നോക്കുക, അത് ഐസോസെൽസ് ട്രയാങ്കിൾ അല്ല. അപ്പൊ അതിന്റെ എച്ച് ബേസിനെ രണ്ടാക്കി മുറിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഈക്വലായി മുറിച്ചിട്ടില്ല, ബൈസെക്ട് ചെയ്തിട്ടില്ല. അത് ഇതിന്റെ മാത്രം പ്രത്യേകത, ഐസോസെൽസ് ട്രയാങ്കിളിന്റെ മാത്രം പ്രത്യേകത. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടി നോക്കിയിട്ട് ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഈ ഐസോസെൽസ് ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം, എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം നോക്കാം. ABC എന്നൊരു ട്രയാങ്കിൾ, അത് വരച്ചു. 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ മെഷർമെന്റിൽ AB എന്ന ബേസിന് പാരലായി അതിന്റെ വെർട്ടെക്സിൽ കൂടി പാരലൽ ലൈൻ വരച്ചു. ഇതിലേക്ക് ഇനി വരയ്ക്കാൻ പോകുന്ന ഐസോസെൽസ് ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് ഈ പാരലൽ ലൈനിൽ ആയിരിക്കണം. ഐസോസെൽസ് ട്രയാങ്കിൾ ആവുമ്പോൾ ഒരു പ്രത്യേകത, അതിന്റെ എച്ച് എന്നാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ബേസിന്റെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എബിന്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അത് ഈ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്നിടത്ത് ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക, ഓ എന്ന് വിചാരിക്കുക. ഇവിടെ വേണം നമുക്കിനി ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് കൊണ്ട് മുട്ടിക്കണമെങ്കിൽ. എന്നിട്ട് എ എന്ന ഓയിലേക്ക് ബി എന്ന ഓയിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അത് ആ കാണുന്ന പച്ച ട്രയാങ്കിൾ കിട്ടി. ഇതാണ് ഈ നീല ട്രയാങ്കിളിന് ഈക്വലായ ഐസോസെൽസ് ട്രയാങ്കിൾ. ഇനി ഇതേ ട്രയാങ്കിളിൽ ഒരു സൈഡ്, ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ട്രയാങ്കിളിൽ 4 സെന്റിമീറ്റർ ആണ്. ഇനി ആ ലെഫ്റ്റ് സൈഡ് ഒരു 7 സെന്റിമീറ്റർ ഉള്ളൊരു ട്രയാങ്കിൾ ഉണ്ടാക്കണം വിചാരിച്ചു. ഒരു സൈഡ് 7 വരണം, ബാക്കി ബേസ് അത് തന്നെ 6 സെന്റിമീറ്റർ. അതിന് ഇതുപോലെ ഒരു പാരലൽ ലൈനൊക്കെ വരച്ച് എയിൽ നിന്ന് ഒരു 7 സെന്റിമീറ്റർ അകലത്തില് കോമ്പസില് നമ്മളൊരു മെഷർമെന്റ് എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ആർക്കിനെ ഇതേ ബേസിന്റെ ഈ അറ്റത്ത്, വലത്തെ അറ്റത്ത് കൊണ്ട് യോജിപ്പിക്കുക. അപ്പോൾ ആ പറയുന്ന മഞ്ഞ കളറിലുള്ള ഒരു ട്രയാങ്കിൾ. ഇത് ഒരു സൈഡ് 7 സെന്റിമീറ്റർ, ബേസ് 6 സെന്റിമീറ്റർ, എച്ച് വേറെ എന്തെങ്കിലും. ഇപ്പൊ നമ്മുടെ കയ്യിലിപ്പോ ഒരു സൈഡ് 4 പകരം 7 ആക്കാൻ പറഞ്ഞുള്ളൂ. അതായത് ഇങ്ങനെ പല തരത്തിലും ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ വരയ്ക്കാം എന്നറിയാൻ വേണ്ടി ടെക്സ്റ്റ് ഇങ്ങനെയൊക്കെ വിശദമായി തന്നിട്ടുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്തത് നീല ട്രയാങ്കിള്, ബേസ് എ ബി 6 സെന്റിമീറ്റർ ബേസ്, ആ സെയിം ബേസിൽ തന്നെ ഉള്ള നീല ട്രയാങ്കിളിന് ഈക്വലായ ഒരു ഐസോസെൽസ് ഏരിയ ഉള്ള ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ പകരം ബേസ് 5 സെന്റിമീറ്റർ ആക്കുകയാണെങ്കിലോ, അവിടെ നിന്നാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഈ ഇതിൽ കൂടി വേണം നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കണമെങ്കിൽ. പഴയതുപോലെയൊക്കെ തന്നെ ചെയ്യാനുള്ളൂ, ആ ബേസ് ഇങ്ങടാക്കി. ഓക്കെ, ഇനി ടെക്സ്റ്റിലെ കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുക. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതുകൊണ്ട് നിങ്ങൾ കണക്ക് പഠിച്ചു, അത് ചെയ്യാൻ പറ്റും ഏതും എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ തരാനും ചിന്തിക്കാനും വേണ്ടി മാത്രമാണ് ആ പുസ്തകത്തിൽ, നമ്മുടെ ടെക്സ്റ്റിൽ ഇത്രയും പ്രോബ്ലങ്ങൾ തന്നത്. അല്ലാതെ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ച് ചെയ്ത് ഇതുപോലെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും എന്ന് ധരിക്കരുത്. അത് വിദ്യാഭ്യാസ വകുപ്പ് വിചാരിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിവ് കിട്ടാൻ വേണ്ടി, ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ, അതുപയോഗിച്ച് എന്തെങ്കിലും കാണാം. ശരി, ഓക്കെ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3, 4 and 6 സെന്റിമീറ്റർ. അപ്പൊ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ.
അപ്പൊ നമ്മൾ ആ നീല വരകൾ രണ്ടാരൊക്കെ ഇട്ടത് ഒരു 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ എടുക്കണം. സാധാരണഗതിയിൽ വെറുതെ ഒരു സ്കെയിൽ വെച്ചിട്ട് 6 സെന്റിമീറ്റർ എടുക്കരുത്, അത് ശരിയല്ല അങ്ങനെ മെഷർ ചെയ്യുന്നത്. ഒരു ലൈൻ വരയ്ക്കുക സെഗ്മെന്റ്, എന്നിട്ട് അതിന്ന് ഒരു 6 സെന്റിമീറ്റർ കട്ട് ചെയ്യുക, ഡിവൈഡറും ഉണ്ട്, എന്നിട്ട് അടയാളപ്പെടുത്തുക 6 സെന്റിമീറ്റർ ഇന്നതാണ്. 6 സെന്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് ട്രയാങ്കിളിന്റെ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ സൈഡുകൾ വേണം. അപ്പൊ ബിയിൽ നിന്ന് ഒരു 3 സെന്റിമീറ്റർ ആർക്ക് വരയ്ക്കുക, സിയിൽ നിന്ന് 4 സെന്റിമീറ്റർ ആർക്ക് വരയ്ക്കുക. ഈ രണ്ട് ആർക്കുകളും കൂടി കൂട്ടിമുട്ടെടുത്ത് വരച്ചാൽ 6, 3, 4 എന്നുള്ള ഒരു ട്രയാങ്കിൾ കിട്ടി. ഇത് നിങ്ങൾ വരച്ചെന്നെ നോക്കണം. ഇത് കേട്ടിട്ട് കൈപിടിച്ച് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് 9ാം ക്ലാസ് എത്തിയില്ലേ, മോശമല്ലേ? അപ്പൊ നിങ്ങളത് വീണ്ടും വേണമെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ഒറ്റയ്ക്ക് വരച്ചു നോക്കാം. ഇനി വരച്ചു, ശരി. ഇനി ഡ്രോ 3 ഡിഫറെന്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദി സെയിം ഏരിയ. ഇതില് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇതേ ഏരിയയുള്ള 3 വരയ്ക്കണം. ഈ വരച്ച ABC എന്ന ട്രയാങ്കിളിന്റെ സെയിം ഏരിയയിലുള്ള 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. നമുക്കൊന്ന് ഒരു കാര്യം അറിയാം, ബേസ് 6 തന്നെ വെച്ചിട്ട് ഈ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു പാരലൽ ലൈൻ, BCക്ക് പാരലായ ഒരു ലൈന് എയിൽ കൂടി വരയ്ക്കണം. എന്നിട്ട് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ 3rd വെർട്ടെക്സ് ഈ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന മാതിരി വേണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ 90 ഡിഗ്രി വേണം. അപ്പൊ നമ്മൾ ഈ പാരലൽ ലൈനിലേക്ക് ബിന്ന് ഒരു 90 ഡിഗ്രി ലൈൻ മുകളിലേക്ക് വരച്ചാൽ ഒരു ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡായി. ബേസ് 6 തന്നെ, അത് വരച്ചിട്ട് ഡി ഇങ്ങോട്ട് കൊടുത്ത ഒരു ട്രയാങ്കിളായി. രണ്ടാമത്തത് സി ഇതുപോലെ ഒരു പെർപെൻഡിക്കുലർ ഇയിലേക്ക് കൊടുക്കുക, എന്നിട്ട് EB യോജിപ്പിക്കുക. അപ്പൊ രണ്ടാമത്തെ ഒരു ട്രയാങ്കിളുമായി. അപ്പൊ ട്രയാങ്കിൾ BDC 1, പിന്നെ ഒരു ട്രയാങ്കിൾ BEC, രണ്ടാമതൊന്ന്, മൂന്നാമത്തൊന്ന് നമ്മൾ വരയ്ക്കാണ്ട് തന്നെ അതിൽ വന്നു. DEC എന്ന് പറയുന്ന മൂന്നാമത്തത്. അത് സെയിം ഏരിയ ആണ്, 2 പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ബേസ് 6 സെന്റിമീറ്റർ തന്നെയായിരിക്കും മേലെയും. എന്തുകൊണ്ടാണ്? BDയും ECയും 2 പെർപെൻഡിക്കുലർ ലൈനാണ്. അതുകൊണ്ട് ഇതേ ഡിസ്റ്റൻസ് ആയിരിക്കും, ബീസിന്റെ അതേ ഡിസ്റ്റൻസ് 6 സെന്റിമീറ്റർ ആയിരിക്കും ഡിക്കും. അപ്പൊ സെയിം ബേസ് ആയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആംഗിൾ A 60 ഡിഗ്രി, ബേസ് 7 cm, അനദർ സൈഡ് 5 സെന്റിമീറ്റർ വരുന്നത് പോലെ ഒരു ട്രയാങ്കിളിന്റെ ചിത്രം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ബുക്കിൽ വരച്ചെടുക്കാനാണ് ആദ്യം നമ്മളോട് ആവശ്യപ്പെട്ടത്. നോട്ട് ബുക്കിൽ വരയ്ക്കണമെങ്കിൽ ഇതുപോലെ വരയ്ക്കണം, കൃത്യമായി കിട്ടണം. അപ്പൊ അതിനെന്ത് ചെയ്തു? AB 7 സെന്റിമീറ്റർ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈൻ ഞങ്ങൾ വരച്ചിട്ട് ഡിവൈഡർ കൊണ്ടാണെന്ന് 7 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. ഇനി 60 ഡിഗ്രി വരുത്തണം. അപ്പൊ ഒരു പ്രൊട്രാക്ടർ എടുത്ത് എയിലെടുത്ത് വെച്ചിട്ട് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടറിന്റെ നെറുകയിൽ ഒരു 60 നേരെ ഒരു കുത്തിടുക. എന്നിട്ട് ആ പോയിന്റ് കടന്നൊരു വര വരയ്ക്കുക. എ കൂടി ആ പോയിന്റിൽ കൂടി അങ്ങോട്ട് പോട്ടെ പുറത്ത് മുകളിലേക്ക്. എന്നിട്ട് ആ ലൈനിൽ 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ സി എന്ന പോയിന്റ് കിട്ടി. ഒന്നുകൂടി എ എന്ന പോയിന്റ്, ആ എയിൽ പ്രൊട്രാക്ടർ വയ്ക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ലൈന് വരയ്ക്കുക, എന്നിട്ട് അതിൽ 5 സെന്റിമീറ്റർ ആർക്ക് അടയാളപ്പെടുത്തുക, സി, എന്നിട്ട് ABC. ഇത് ട്രയാങ്കിൾ വരയ്ക്കേണ്ട, ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട വേറൊരു രീതി. അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റിൽ ഈ തന്നത്, നേരത്തെ നമ്മൾ 3 സൈഡും തന്നിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു.
ഒപ്പം നമ്മൾ പഠിച്ചു വരണം എന്നാണ് അതിന്റെ അർത്ഥം. ട്രയാങ്കിൾ വരയ്ക്കാൻ കൂടി പഠിക്കണം എന്നർത്ഥം. അപ്പൊ 3 സൈഡ് വന്നാൽ എങ്ങനെ? ഇപ്പൊ 2 സൈഡും ഒരു ആംഗിളും തന്നു, എങ്കിലെങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാം? ഇതുകൂടിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ശരി, വരച്ചു. എന്നിട്ടോ, ഡ്രോ ട്രയാങ്കിൾസ് എ പി ബി. അതായത് എ ബി അവിടെ തന്നെ ഉണ്ട്, മൂന്നാമത്തെ വെർട്ടെക്സ് ആയിട്ട് പി അടയാളപ്പെടുത്തണം. പക്ഷെ കണ്ടീഷൻ പറയുന്നത് ബി എ പി 90 ഡിഗ്രി ആവണം. പിന്നെ രണ്ടാമതൊന്ന് ബി സി ക്യൂ എന്നൊരു ട്രയാങ്കിൾ വരയ്ക്കും. ഈക്വൽ ഏരിയ ആയിരിക്കണം, വരയ്ക്കണതൊക്കെ ഈക്വൽ ഏരിയ ആയിരിക്കണം. ബി സി ക്യൂ എന്നൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം ബി സി, ശ്രദ്ധിക്കുക, അത് ബേസ് ആക്കിയിട്ട് ക്യൂ എന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തേർഡ് വെർട്ടെക്സ് വരും. ഇനി സി എ ആർ എന്ന വേറൊരു ട്രയാങ്കിൾ, അതിന്റെ അർത്ഥം സി എ ബേസ് ആക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ആർ പോയിന്റ് ഉണ്ടാക്കുക. അപ്പൊ ചുരുക്കത്തിൽ ഈക്വൽ ട്രയാങ്കിൾ ഉണ്ടാക്കണം, 3 ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പൊ എ ബിക്ക് പാരലായി സി കൂടി ഒരു ലൈൻ വരയ്ക്കേണ്ടി വരും. ഇനി പറയുമ്പോ ഒക്കെ അക്ഷരങ്ങൾ അത് നോക്കണം. ബി സിക്ക് പാരലായി എയിൽ കൂടി ഒരു ലൈൻ വരയ്ക്കണം. എ സിക്ക് പാരലായി ബിയിൽ കൂടി ഒരു ലൈൻ വരയ്ക്കണം. അങ്ങനെ 3 ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിന്റെ ഏരിയ, എല്ലാത്തിന്റെ ഏരിയ ട്രയാങ്കിൾ എ സി ബിക്ക് ഈക്വൽ ആകുകയും വേണം. അതായത് ട്രയാങ്കിൾ എ പി ബി വരച്ചാലും, ട്രയാങ്കിൾ ബി സിക്ക് വരച്ചാലും, ട്രയാങ്കിൾ സി എ ആർ വരച്ചാലും അതിന്റെ എല്ലാം ഏരിയ ട്രയാങ്കിൾ എ ബി സിക്ക് ഈക്വൽ ആവും. ഇനി താഴത്തെ ചിത്രം നോക്കാം. ഒരു കളർ മാത്രം ശ്രദ്ധിക്കുക. ആദ്യം റെഡ് കളർ. റെഡ് കളറിലാകുമ്പോ എ ബിക്ക് പാരലായി സിയിൽ കൂടി ഒരു ലൈൻ. അപ്പോ ഈ എ ബി ബേസ് ആക്കിയിട്ട് ഇനി വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് സിയിൽ കൂടി പോയ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യണം. ഒരു കണ്ടീഷൻ ഉള്ളത് ബി എ പി 90 വേണം. ബി എ പി നല്ലതുപോലെ ശ്രദ്ധിക്കുക. വലതുവശത്തെ ബി, ഇടത്തോട്ട് വരിക എ, നേരെ മുകളിലേക്ക് പോവുക പി. ആ ബി എ പി 90. അപ്പൊ ചുരുക്കത്തിൽ എ ഇന്ന് ഈ പാരലൽ ലൈനിലേക്ക് ഒരു ആൾട്ടിറ്റ്യൂഡ് വരച്ചാൽ 90 ഡിഗ്രിയിൽ വരച്ചാൽ 90 ഡിഗ്രി ആവണമെന്ന് പറയണ്ടല്ലോ, ഒരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ കിട്ടി, എ പി ബി ട്രയാങ്കിൾ കിട്ടി. ഇത് ഇനി എഴുതി നോക്കുക. എ ബി പാരലൽ പി സി, ശ്രദ്ധിക്കുക. ഓക്കെ, ആംഗിൾ ബി എ പി ഈസ് ഈക്വൽ ടു 90. സെയിം ബേസ് ഫോർ ഇതിന്റെയൊക്കെ ട്രയാങ്കിൾ എ പി ബിക്കും ട്രയാങ്കിൾ എ സി ബിക്കും ഒരേ ബേസ്. Therefore, area of triangle ABC is equal to triangle ACB. ഫസ്റ്റ് പ്രശ്നം കഴിഞ്ഞു. രണ്ടാമത് ബി സി ക്യൂ വരയ്ക്കണം. അപ്പൊ അതിന്റെ ബേസ് ബി സി. അപ്പോ ആ പച്ച ലൈനുകൾ നോക്കുക, പച്ച മാത്രം. ബി സിക്ക് പാരലലായി എയിൽ കൂടി ഒരു ലൈൻ വരച്ചു. എന്നിട്ട് സിയിൽ നിന്ന് 60 ഡിഗ്രിയിൽ വേണം ഈ പാരലൽ ലൈനിലേക്ക് ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ. ആൾട്ടിറ്റ്യൂഡ് അല്ല, അടുത്ത സൈഡ് വരയ്ക്കാൻ. സിന്ന് 60 ഡിഗ്രി വെച്ചിട്ട് ആ പാരലൽ ലൈൻ, പച്ച പാരലൽ ലൈനിലേക്ക് ക്യൂ എന്നൊരു പോയിന്റിലേക്ക്, ക്യൂ എന്ന പോയിന്റിലേക്കല്ല, 60 ഡിഗ്രി എടുത്തിട്ട് ക്യൂ അടയാളപ്പെടുത്തുക. അപ്പൊ ബേസ് ബി സി തന്നെ, അതേ ബേസ് വെച്ചിട്ട് ക്യൂ എന്ന് ബിയിലേക്ക് ഒരു വര വരച്ചു. ഇപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. എന്തൊക്കെയാണത്? ബി സി ക്യൂ, പിന്നെ ഒന്ന് നേരത്തെയുള്ള
BCA. BCA പറയുന്നത് ABC പറയുന്നത് ഒന്ന് തന്നെ. ഓക്കെ, അപ്പൊ അതേ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ ചുരുക്കത്തിൽ 2 എന്ന നമ്പർ നോക്കുക. BC പാരലൽ AQ, ആംഗിൾ BCQ 60 ഡിഗ്രി, സെയിം ബേസ് ഫോർ triangle BCQ and triangle ACB. Therefore, area of triangle BCQ is equal to triangle ACB. ഇതുപോലെ അടുത്ത വയലറ്റ് കളർ. ഇതൊക്കെ നിങ്ങൾ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ സ്വന്തമായി ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ സ്വന്തം അതിനാണ് ആ കണക്കുകൾ തരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഒറ്റ കാര്യം നമുക്ക് അറിയേണ്ടുള്ളൂ. ആ കാര്യം മാത്രം ഉപയോഗിക്കുക, ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. ഓക്കെ, മൂന്നാമതൊരു കണക്ക്. ഡ്രോ എ ട്രയാങ്കിൾ. എങ്ങനെയായിരിക്കണം ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്? 1 വെർട്ടെക്സ് അറ്റ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. ഒരു സർക്കിളിന്റെ സെന്ററിൽ ഒരു വെർട്ടെക്സ്, അതർ 2 ഓൺ ദി സർക്കിൾ, ബാക്കി സർക്കിളിൽ. സർക്കിൾ എന്ന് പറയുന്നത് വരയാണ്. ഇന്നർ സൈഡ്, ഔട്ടർ സൈഡ്. പോട്ടെ. അപ്പൊ സർക്കിളില് 2 വെർട്ടെക്സ് സർക്കിളിലായിരിക്കണം. ചിത്രം നോക്കുക. O സെന്റർ ആയിട്ട് എനി മെഷർമെന്റ് ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ ഡയമീറ്റർ അടയാളപ്പെടുത്തി. അതിന് പാരലലായിട്ട് AB ലൈൻ വരച്ചു. എന്നിട്ട് AOB യോജിപ്പിച്ചു. ഒരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിളിന്റെ 2 വെർട്ടെക്സ് എയും ബിയും സർക്കിളിലാണ്, മൂന്നാമത്തെ വെർട്ടെക്സ് സെന്ററിലുമാണ്. ഓക്കെ, അടുത്തത് ഡ്രോ അനദർ ഓഫ് ദി സെയിം ഏരിയ. അതേ ഏരിയ വരുന്ന വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിൾ പക്ഷേ എയും ബിയും സിയും ഒക്കെ സർക്കിളിൽ തന്നെ ആയിരിക്കണം. അപ്പൊ AB തന്നെ ബേസ് ആക്കിയിട്ട് മുകളിൽ കൊടുത്ത പാരലലിലേക്ക് ഒരു വെർട്ടെക്സ് ആയിട്ട് ഒരു ട്രയാങ്കിൾ വരച്ച ഈക്വൽ ഏരിയ ഉള്ളതായി. അപ്പൊ ഇങ്ങനെ തന്നെ എല്ലാ കണക്കുകളും. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുക പറഞ്ഞാൽ സ്വന്തമായി ചിന്തിക്കാൻ നോക്കണം. ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവരൊക്കെ ചെയ്യുന്നത് ബോർഡിൽ പകർത്താനുള്ള ടെൻഡൻസിയാണ്. കുറച്ച് വായിക്കുക, സ്വന്തമായി ചിന്തിക്കാനേ ശ്രമിക്കുന്നില്ല. പകരം ഉത്തരം കിട്ടണം, എന്നിട്ട് അത് പലതവണ നോക്കണം എന്നാണ്. ദയവ് ചെയ്ത് അതൊന്നും വേണ്ട. അതൊക്കെ സിമ്പിളാണ്. പുസ്തകം മുഴുവൻ സിമ്പിളാണ്. നിങ്ങൾ സ്വന്തമായി ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, റൈറ്റ്. അടുത്തത്, ഹൗ മെനി നോൺ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് 2 sides 8 cm and 6 cm and area 12 cm സ്ക്വയർ. അതായത് 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വേണം, സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ഉള്ള ട്രയാങ്കിൾ വേണം. അതിന്റെ സൈഡുകൾ 8 സെന്റിമീറ്ററോ 6 സെന്റിമീറ്ററോ ആയിരിക്കും വേണം. അങ്ങനത്തെ 2 ട്രയാങ്കിൾ വരയ്ക്കണം. കോൺഗ്രുവന്റ് ആവരുത് എന്ന് പറഞ്ഞാൽ 8 മാറും കഴിഞ്ഞ് മൂന്നാമത്തതിന്റെ ഒക്കെ അളവ് വെവ്വേറെ ആയിരിക്കും. 8ഉം 6ഉം നിർബന്ധം. മൂന്നാമത്തെ സൈഡ് വെവ്വേറെ ആയിരിക്കണം. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ വരയ്ക്കാം എന്നാണ് ചോദ്യം. 2 ട്രയാങ്കിളെ അങ്ങനെ വരച്ചാൽ കിട്ടുള്ളൂ. ഓക്കെ, അതെങ്ങനെ? അതായത് ഈ കണ്ടീഷനിൽ 8ഉം 6ഉം മാറാൻ പാടില്ല, ഏരിയ 12 സെന്റിമീറ്റർ കിട്ടുകയും വേണം. അപ്പൊ നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ പഠിച്ച ഇഷ്ടം പോലെ ട്രയാങ്കിൾ വരച്ചു, ഒരേ ഏരിയ ഉള്ളത്. അതെങ്ങനെയാണ്? ബേസ് മാത്രം മാറാത്തുള്ളൂ, എച്ചും, ബാക്കി 2 സൈഡും മാറിക്കൊണ്ടേയിരിക്കുന്നത്. വെവ്വേറെയാണ് ബാക്കി 2 സൈഡുകളും. ആൾട്ടിറ്റ്യൂഡ് കറക്റ്റ്, ബേസും ഒന്ന് തന്നെ. പക്ഷെ ഇത് 2 സൈഡ് മാറാൻ പാടില്ല, മൂന്നാമത്തെ സൈഡ് മാറിക്കൊള്ളാൻ. അങ്ങനെ 12 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടുകയും വേണം. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ വരയ്ക്കാം എന്നാണ്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. 6 സെന്റിമീറ്റർ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ 6 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. 6 സെന്റിമീറ്റർ റേഡിയസിൽ. എന്നിട്ട് ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 8 സെന്റിമീറ്റർ OC എന്നൊരു ലൈൻ വരയ്ക്കുക. ഇതാണ് ബേസ്, വരയ്ക്കാൻ പോണ ട്രയാങ്കിളിന്റെ ബേസ്. എന്നിട്ട് ആ OCക്ക് പാരലൽ ലൈൻ വരയ്ക്കണം. ഇപ്പൊ നമ്മൾ OCക്ക് പാരലലായി AB ലൈൻ വരച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ കുറച്ചുകൂടി മുകളിലാവാം, കുറച്ചുകൂടി താഴേക്ക് ഇറക്കി വരയ്ക്കാം, ഒക്കെ ആവാം. പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഉണ്ട്, 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് 3 സെന്റിമീറ്റർ ആയാലേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് Oയിൽ നിന്ന് 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വേണം AB എന്ന പാരലൽ ലൈൻ വരയ്ക്കാൻ. അപ്പോ OC എന്നൊരു ലൈനായി, അതിന് പാരലൽ ലൈനും വരച്ചു, 3 സെന്റിമീറ്റർ ഹൈറ്റ്. ഇനി OB യോജിപ്പിക്കുക. 6 സെന്റിമീറ്ററിലല്ലേ നമ്മൾ സർക്കിൾ വരച്ചു. അപ്പൊ പിന്നെ OBന്റെ
നീളവും 6 ആയിരിക്കുമല്ലോ. അപ്പോൾ 8 സെന്റിമീറ്റർ ബേസും 6 സെന്റിമീറ്ററുമായിട്ടുള്ള ഒരു സൈഡുമായിട്ടുള്ള OBC എന്നൊരു ട്രയാങ്കിളായി. ഇനി ഇതേ ഏരിയയുള്ള ഇനിയൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ O ഇന്ന് അതേ പാരലൽ ലൈനിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക എക്ക്. അത് രണ്ടും റേഡിയസ് ആണല്ലോ. അപ്പം പിന്നെ അതും 6 സെന്റിമീറ്റർ തന്നെ ആവും. കുറച്ചുകൂടി ഇങ്ങോട്ട് വലത്തോട്ട് വന്നാലോ 6 ആയിരിക്കില്ല, കുറയും. കുറച്ചുകൂടി അകത്തി വരച്ചാലോ സർക്കിളിന് പുറത്തിരിക്കി അത് 6 കൂടും. അപ്പൊ 8ഉം 6ഉം നിലനിർത്തണമെങ്കിൽ ഇത് ഒരൊറ്റ വഴിയുള്ളൂ. അപ്പോൾ ഒന്ന് എയിലേക്ക് ഒരു വര വരച്ചു. ഓക്കെ, എന്നിട്ട് AC യോജിപ്പിച്ചു. അപ്പൊ 2 ട്രയാങ്കിൾ കിട്ടി. സെയിം ബേസ് ആണ് രണ്ടിന്റെയും. ആ ചോപ്പ് വരച്ച ട്രയാങ്കിളിന്റെയും ബേസ് 8 സെന്റിമീറ്റർ തന്നെ, ആ OBCന്റെയും ബേസ് 8 സെന്റിമീറ്റർ തന്നെ. അപ്പോൾ ഈക്വൽ ഏരിയയുള്ള 2 ട്രയാങ്കിൾ നമുക്ക് കിട്ടി. 2 കിട്ടുള്ളൂ. ബാക്കി പിന്നെ എങ്ങനെ വരച്ചാൽ 8ഉം 6ഉം മാറാതെ വരയ്ക്കണം. ഇപ്പൊ ഇതില് ഒന്നിന്റെ ലെങ്ത് തേർഡ് സൈഡ് ഒന്ന് BC ആണ്, ഒന്ന് AC ആണ്. അതിനാണ് നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഇനി ഇതൊരു 24 സെന്റിമീറ്റർ ഏരിയയിലേക്ക് ആണെങ്കിലോ, 12 സെന്റിമീറ്റർ ഏരിയ ആണെങ്കിൽ ഇങ്ങനെ 24 സെന്റിമീറ്റർ ഏരിയ കിട്ടും. ഇതേ 8 മാറും. അപ്പൊ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നായിട്ട് വരണം. 8 മാറും, അല്ലെങ്കിൽ 6 8 അങ്ങോട്ടും കൂടെ മാറും. അപ്പൊ ചുരുക്കത്തിൽ ഒരൊറ്റ ട്രയാങ്കിളെ അങ്ങനെ കിട്ടുള്ളൂ. ഇതൊക്കെ അറിവിലേക്കാണ്, എക്സാമിന് ചോദിക്കണമെന്നൊന്നും നിർബന്ധമില്ല. പുസ്തകങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കാനും ആലോചിക്കാനും ഇങ്ങനെയൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഒരൊറ്റ സംഗതിയെ പഠിച്ചിട്ടുള്ളൂ, സെയിം ഏരിയയുള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ 2 പാരലൽ ലൈൻ വെച്ചിട്ട്. അത് തന്നെ എപ്പോഴും ഇനിയുള്ള പ്രോബ്ലം അത് തന്നെ, ബാക്കി പോർഷനും അത് തന്നെ. ഇതിന്റെ പാർട്ട് 2 വരും, അതിലും അത് തന്നെ. അപ്പൊ ഇത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി ടെക്സ്റ്റിലെ അടുത്ത പ്രോബ്ലം. ആ ചിത്രം നോക്കുക. ഒരു മഞ്ഞ ട്രയാങ്കിൾ ABC. ആ BCന്റെയും മിഡ് പോയിന്റുകൾ ABന്റെ മിഡ് പോയിന്റ് P, ACന്റെ മിഡ് പോയിന്റ് Q. ഈ മിഡ് പോയിന്റുകളിനെ യോജിപ്പിച്ച ഒരു നീല ട്രയാങ്കിൾ അകത്തുണ്ട്. എന്നിട്ട് ചോദിച്ചു ഇതിൽ ഈക്വൽ ഏരിയയുള്ള ഏതൊക്കെ ട്രയാങ്കിൾ ആണ് എന്ന് എഴുതിയുണ്ടാക്കാൻ. നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണത്തിന് BRC ഇത് PQന് പാരലലാണ്. അപ്പോ PQ എന്ന ബേസ് ആക്കിയിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ട് നോക്കുക, PQB. അതേ ബേസിലുള്ളത് PCQ. ഇങ്ങനെ ഓരോന്നും കണ്ടെത്തുക. ഇതെന്തിനാണ് ഇങ്ങനെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നത്? നിങ്ങൾ പഠിച്ചത് കൂടുതൽ തറവാക്കാൻ. ഇതൊന്നും ചിന്തിക്കാണ്ട് വെറുതെ അങ്ങോട്ട് ഉത്തരം ഉണ്ടാക്കരുത്, നിങ്ങൾ തന്നെ അത് മുഴുവനാക്കുക. ഓക്കെ, നെക്സ്റ്റ്. പ്രൂവ് ദി 2 triangles have same area. ഇപ്പൊ 2 ട്രയാങ്കിൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തടുത്ത് വെച്ചിട്ടില്ല, പുസ്തകത്തിൽ 2 ഒത്തിരി അകറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 50 ഡിഗ്രിയിൽ ഒന്ന്, 4 സെന്റിമീറ്റർ 130 ഡിഗ്രി 3 സെന്റിമീറ്ററിൽ ഒന്ന്. ഈ 2 ട്രയാങ്കിൾ സെയിം ഏരിയ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ, ഒരു നീല ട്രയാങ്കിൾ വരച്ചിട്ട് ആ 130 4 3 ഉള്ളതിനെ തിരിച്ചു വെച്ചു. നോക്കുക, ഒരു ട്രയാങ്കിൾ 130 ഡിഗ്രിയിലുള്ള ഒരു ട്രയാങ്കിൾ ഒന്നുണ്ട്, വേറെ ട്രയാങ്കിൾ ഉണ്ട്. ഇതിന്റെ കോമൺ ബേസ് ആണ് അതേ 4 സെന്റിമീറ്റർ ആണ് രണ്ടിനും ബേസ്. ഇത് വെച്ചപ്പോ ഒരു 50 130 എന്ന് പറയുന്ന ഒരു പാരലോഗ്രാമിന്റെ 2 കോൺസിക്യൂട്ടീവ് ആംഗിൾസ് ആയി, തൊട്ടടുത്തുള്ള 2 ആംഗിളായി. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 വരും, സപ്ലിമെന്ററി ആയിരിക്കും എന്നാണ് പാരലോഗ്രാമിന്റെ ഒരു പ്രോപ്പർട്ടി. അപ്പൊ ഇതൊരു പാരലോഗ്രാം ആണ് എന്ന് നമുക്ക് പറയാം. എങ്ങനെ? 2 സൈഡ് കോൺഗ്രുവന്റ് ആണ്. 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 2 സൈഡ് കോൺഗ്രുവന്റ് ആയി. അതിന്റെ കോൺസിക്യൂട്ടീവ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. 130 180 ആയി.
അങ്ങനെയാണെങ്കിൽ മുകളിൽ നമ്മൾ ഒരു പാരലൽ ലൈനും കൂടി വരച്ചാൽ വെറുതെ ആ 2 പോയിന്റിനെ യോജിപ്പിച്ചാൽ മതി, അത് പാരലൽ ആയിക്കോളും. ഈ കണ്ടീഷനിൽ ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമുക്കൊരു പാരലോഗ്രാം കിട്ടി. ഈ പാരലോഗ്രാമിന് വേറൊരു പ്രത്യേകത കൂടി. അപ്പൊ ഇതിന്റെ ഏരിയ സെയിം ഏരിയ ആയി, ബേസുമായി, ഒരേ ബേസിലാണ് രണ്ടും. ഒരു പാരലൽ ലൈനില് വെർട്ടെക്സ് ഉണ്ട് താനും. ഓക്കെ, ഇതും മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം എഴുതാൻ നിങ്ങൾ കഥ എഴുതി വെക്കണമെന്നൊന്നുമില്ല. ഈ ചിത്രം മനോഹരമായി വരച്ചു വെച്ചാൽ അതിനുള്ള ഉത്തരമായി. അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ശീലം. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ കൂടുതലായി എഴുതി വെക്കലൊക്കെ. ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമാണ്, ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയും എന്നതിന് തെളിവാണ്. ഓക്കെ, കഷ്ടപ്പെട്ട് കുറെ സെന്റൻസ് പഠിക്കണമെന്നില്ല. ഓക്കെ, ഇനി സമഗ്രയിലെ ചില സമഗ്ര ക്വസ്റ്റ്യൻ പൂളിലെ ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ സ്വന്തമായി എഴുതി ഉണ്ടാക്കേണ്ട ടാസ്ക് തന്നെയാണ്. എന്നാൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോ പി ക്യൂ സമം 7 സെന്റിമീറ്റർ, ക്യൂ ആർ 6 സെന്റിമീറ്റർ, ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 40 എന്നൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ചോദ്യം, ഡ്രോ ദി ട്രയാങ്കിൾ പി ക്യൂ ആർ. പി ക്യൂ ആർ വരയ്ക്കണം. അപ്പൊ പി ക്യൂ പറഞ്ഞൊരു ലൈന് പഴയതുപോലെ 7 സെന്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ആംഗിള് 40, ക്യൂന്ന് 40 ആംഗിള് നേരെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. എന്നിട്ട് അതിന്ന് 6 സെന്റിമീറ്റർ ആണ് ക്യൂ ആറിന്റെ നീളം. അത് ആർക്ക് കട്ട് ചെയ്തെടുത്തു, എന്നിട്ട് യോജിപ്പിച്ചു. ഇത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ദി സെയിം ഏരിയ ആൻഡ് വിത്ത് വൺ സൈഡ് പി ആർ. അപ്പോൾ ഒരു സൈഡ് പി ആർ ആയി വരണമെങ്കിൽ ഇതുപോലെ നമ്മൾ പി ആറിന് പാരലായി ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതേ ബേസ് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഇതിലേക്ക് വരച്ചാൽ ഈക്വൽ ഏരിയ ഉള്ളതായി. ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യണം, ഞാൻ ഇതിലൊന്നും കാണിച്ചിട്ടില്ല, ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി രണ്ടാമത് അതിലൊരു ചോദ്യം, ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി 6 സെന്റിമീറ്റർ, ആംഗിൾ എ 55 ഡിഗ്രി, ആംഗിൾ ബി 60 ഡിഗ്രി, ഡ്രോ ട്രയാങ്കിൾ എ ബി സി. അതാ പുതുതായിട്ടൊരു രീതി, ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള നമ്മൾ ഇത്ര നേരം വരാത്ത വേറൊരു രീതി. അപ്പൊ എ ബി 6 സെന്റിമീറ്റർ വരച്ചുണ്ടാക്കുക. എന്ന് 55 ഡിഗ്രി പ്രൊട്രാക്ടർ കൊണ്ട് അളന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അതുപോലെ ബിയിൽ പ്രൊട്രാക്ടർ വെച്ച് 60 ഡിഗ്രി ഇടത്തോട്ടെടുത്ത് വരയ്ക്കുക. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. രണ്ടും കൂടി കൂട്ടിമുട്ടുന്നിടത്ത് നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് ഡ്രോ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ വിത്ത് ദി സെയിം ഏരിയ. അത്രേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ പഠിച്ചു. അതൊന്നുകൂടി ചിന്തിച്ചിട്ട് സ്വന്തമായി ആലോചിച്ച് ചെയ്യുക. അടുത്തത്, ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ പി ക്യു ആർ എസ്. പി ക്യു ആർ എസിന്റെ ഏരിയ ഈസ് 120 സ്ക്വയർ സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ 120 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം പി ക്യു ടി ആർ? പി ക്യു ടി ആർ എന്ന് പറയുന്ന പാരലോഗ്രാമിന്റെ ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദ്യം. പി ക്യു ആർ എസ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഒരു റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ ഡയഗണൽ പി ആർ. ഡയഗണൽ പി ആർ എന്ന് പറഞ്ഞാൽ അതിനെ ഈക്വലി 2 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന അർത്ഥം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ പാരലോഗ്രാം ശ്രദ്ധിക്കുക. പാരലോഗ്രാം ഏതാ? പി ക്യു പി ആർ ടി ക്യു. ഈ പാരലോഗ്രാമിന്റെ ഏരിയ ആണ് ചോദ്യം. അപ്പൊ അതിലൊരു പി ക്യു ആർ എന്ന ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് പറയാം, അതിലെ ചെറിയ പോർഷന്റെ. കാരണം പി ക്യു ആർ എസ് ഒരു റെക്ടാങ്കിൾ ആണെന്നും അതിന്റെ ഏരിയ 120 സ്ക്വയർ സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ നേര് പാതി ആയിരിക്കും പി ക്യു ആറിന്റെ ഏരിയ. അപ്പൊ പി ക്യു ആറിന്റെ ഏരിയ 60 ആണ്. അങ്ങനെയാണെങ്കിൽ പാരലോഗ്രാമിന്റെ ഏരിയ ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് മുഴുവൻ പറയാൻ കഴിയും? അതാണ് ഒരു പാരലോഗ്രാമിന്റെ ഒരു പ്രോപ്പർട്ടി താഴെ ബോക്സിൽ കൊടുത്തത്. ഈച്ച് ഡയഗണൽ ഓഫ് എ പാരലോഗ്രാം. അപ്പൊ പാരലോഗ്രാമിന്റെ പി ആർ ടി ക്യു എന്ന പാരലോഗ്രാമിന്റെ ഒരു ഡയഗണലാണ് ആർ ക്യു. ഓക്കെ, അപ്പോ ഒരു ഡയഗണൽ വരച്ചാൽ അത് സെപ്പറേറ്റ് ചെയ്യും. എങ്ങനെ? 2 കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. അതായത് 2 സർവസമമായ 2 ട്രയാങ്കിളുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പി ക്യു ആറിന് കോൺഗ്രുവന്റ് ആണ് ടി ആർ ക്യു.
ഇതിന്റെ ഏരിയ 60 ആണെങ്കിൽ ആ പാർട്ടിനും ഏരിയ 60 തന്നെ. അപ്പൊ ടോട്ടൽ പാരലോഗ്രാമിന്റെ ഏരിയ 120 സ്ക്വയർ സെന്റിമീറ്റർ. ഇത് നിങ്ങൾ പോസ് ചെയ്ത് ഒരു നോട്ട് ബുക്കിൽ വരച്ചുണ്ടാക്കി സ്വന്തമായി അതിന്റെ ആൻസർ എങ്ങനെ എഴുതാം എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, മനസ്സിലാക്കുക. മെയിൻ അതാണ്. റൈറ്റ്. ഇനി 2 ചോദ്യം കൂടി. നിങ്ങൾ ടാസ്ക് ആണത്. In triangle ABC, AB is equal to 6 cm, BC is equal to 7 cm, angle B is equal to 30. എന്നിട്ട് draw the triangle ABC. Draw a right angled triangle having the same area. Measure the perpendicular sides. വരച്ച ശേഷം പെർപെൻഡിക്കുലർ സൈഡ്സ് എത്രയാണെന്ന് അളന്നെടുത്ത് എഴുതുക. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾസ്. വെരി സിമ്പിൾ. ഒരൊറ്റ കാര്യമേ നിങ്ങൾ ഇത്ര നേരം അറിഞ്ഞിട്ടുള്ളൂ. അത് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. റിവൈൻഡ് ചെയ്ത് നോക്കുക, വീണ്ടും പഠിക്കുക. അല്ലെങ്കിൽ ഇത് കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇൻ ട്രയാങ്കിൾ ABC, AB is equal to 5 cm, BC 6, AC 7. Draw the triangle. Then draw another triangle having the same area. മെയിൻ ഒരേ കണക്ക് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത്. റെഡി അല്ലേ? റൈറ്റ്.